അസ്സലാമു അലൈക്കും. പൂ പോലുള്ള നല്ല സോഫ്റ്റായ ഇഡലിയും ദോശയും. ഇത് ഇഡലി അരി കൊണ്ടല്ലാതെ സാധാരണ പച്ചരി കൊണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കാം. ഒരേ ഒരു മാവ്, രണ്ട് പ്രസിദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ പച്ചരിയാണ്. 2.5 കപ്പ് ഇതൊരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. വേറൊരു ബൗളിലായിട്ട് 1/4 കപ്പ് ഉഴുന്ന്, വേറൊരു പാത്രത്തിലായിട്ട് 1 ടീസ്പൂൺ ഉലുവ. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കുക. 4-5 തവണ കഴുകുമ്പോഴാണ് ഇതൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മൂന്ന് ബൗളിലായിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. 4 മണിക്കൂറിന് ശേഷം അരിയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് അരിയിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റിക്കളയണം. അതുപോലെ തന്നെ ഉലുവയിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റിക്കളയണം. ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉഴുന്നിലെ വെള്ളം അരിച്ചു മാറ്റി വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് ആദ്യം വെള്ളമില്ലാതെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് 2-3 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. ഓരോ തവണ അരച്ചെടുക്കുമ്പോഴും ഒരു സ്പാച്ചില കൊണ്ട് അരികിലുള്ളതൊക്കെ ഉള്ളിലേക്കായിട്ട് തട്ടി കൊടുക്കണം. എന്നിട്ട് വെള്ളം ഇറ്റിച്ചിട്ട് വേണം വീണ്ടും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോവരുത്. വെള്ളം കൂടി പോവാതെ തിക്കായിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 തവണ അരച്ചിട്ടും ശരിയാവണ്ണം അരഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല എങ്കിൽ അല്പം കൂടി വെള്ളം ഇറ്റിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വലിയൊരു ചെമ്പിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ടും മിക്സിയുടെ ജാറിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരിയുടെ പകുതി വേണം ഇട്ട് കൊടുക്കാൻ. ഈ ഉഴുന്ന മാവ് ശരിയാവണ്ണം ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിൽ അല്പം വെള്ളം ആക്കിയിട്ട് അതിലേക്ക് ഉഴുന്നിൽ നിന്നും അല്പം ഇട്ട് കൊടുത്താൽ ഈ ഉഴുന്ന മാവ് പൊങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ ഉഴുന്ന് ശരിയായി എന്നുള്ളതാണ് അർത്ഥം. ഇനി അരി അരക്കാൻ വെച്ച മിക്സിയുടെ ജാറിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് നമ്മളിവിടെ അരി അരച്ചെടുക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗം ഉലുവ ചേർത്തും പകുതി ഭാഗം 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തുമാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഈ ചോറിന് പകരമായിട്ട് അവില് കുതിർത്ത് അതും ചേർക്കാം. ഞാനിവിടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുള്ളത് ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളത്തിലാണ്. ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് ഓവർനൈറ്റ് ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അരി അരച്ച് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ അരിമാവ് ചെമ്പിന്റെ പകുതിയിലും താഴെയായിരിക്കണം, അല്ലെങ്കിൽ പൊങ്ങി പുറത്തു പോവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ അരി അരച്ചു വെച്ചത് സമമായിരുന്നു, ചെമ്പിന്റെ പകുതി ഭാഗമായിരുന്നു അരിമാവ്, എങ്കിലും ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇത് മാറ്റി വെക്കുക. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് പൊങ്ങി വരും കേട്ടോ. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇത്ര തന്നെ വേഗത്തിൽ ഇത് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഒരു പണി ചെയ്യാനുണ്ട്. ഈ മാവ് അടച്ചു വെച്ച പാത്രത്തിന് മുകളിലായിട്ട് ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം കൂടി വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ചെമ്പിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് മാവ് ഒഴിച്ച ചെമ്പ് ഇറക്കി വെച്ചാലും മതി. ഇത് രണ്ടായാലും മാവ് നല്ല പോലെ പൊങ്ങി വരും. ഇവിടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഇഡലി തട്ടിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കാനുണ്ട്. വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മൾ ഓയിൽ തടവി കൊടുക്കുന്നത്. ഓയിൽ തടവി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഇഡലി തട്ടിൽ നിന്നും പെട്ടെന്ന് ഇഡലി എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഓരോ കുഴിയിലേക്കും മുഴുവനായിട്ടും ഒഴിക്കരുത്, 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയം നമ്മൾ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുക്കണം. ഇത് ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത്. ആ തട്ടിൻ്റെ അടിഭാഗത്തായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഇഡലി തട്ട് ഇതിലേക്കായിട്ട് ഇറക്കി വെക്കുന്നത്. 2 തട്ടിൽ ഇവിടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 തട്ടിലും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. ഇഡലി തട്ടിൻ്റെ സൈഡിലുള്ള ഈ ദ്വാരങ്ങളിലൂടെ ആവി പുറത്തേക്ക് വന്നാൽ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും ഇഡലി തയ്യാറായിട്ടുണ്ടാകും കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇഡലിയിലേക്ക് ഒരു ചട്നി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്
1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 വെളുത്ത മുളക്, പിന്നെ 1 മുറി തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഇഡലി എന്തായി എന്ന് നോക്കാം. ഇഡലിയൊക്കെ നല്ല പോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് ചെമ്പിൽ നിന്നും എടുത്തു മാറ്റാം. ഈ തട്ടിൻ്റെ സൈഡിലായിട്ട് നല്ലപോലെ നീരാവി വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ വെള്ളത്തിനെ ചെമ്പിലേക്ക് തന്നെ ചരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചെമ്പിൽ നിന്നും തട്ട് എടുക്കുമ്പോൾ നമ്മുടെ മേലേക്ക് വീണാൻ കൊള്ളാൻ സാധ്യതയുണ്ട്. ഈ തട്ട് മാറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയം കൊടുക്കണം. 2-3 മിനിറ്റിന് മുമ്പായിട്ട് ഇഡലി അപ്പോൾ തന്നെ ഇത് എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ സൈഡൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ 2-3 മിനിറ്റിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. തട്ടിൽ നിന്നും ഒരു സൈഡ് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ ഇഡലി നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ചട്നി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് അരച്ചു വെച്ച തേങ്ങ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി റെഡിയായി. ചട്നി ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിച്ച് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളക്കരുത് കേട്ടോ. തിളച്ചു കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ചട്നിൻ്റെ രൂപത്തിൽ നിന്നും മാറ്റം വരും. ഇഡലിയും റെഡിയായി, ചട്നിയും റെഡിയായി. എന്താണ് ഇഡലിക്കൊരു കുഴപ്പം? സാധാരണ പച്ചരി കൊണ്ടുണ്ടാക്കിയ ഇഡലിയാണിത്. ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല. വൈകുന്നേരം വരെ വെച്ചാലും ഈ ഇഡലിക്ക് ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നില്ല. നല്ല പോലെ മൃദുലമായിട്ട് തന്നെ ഉണ്ടാവും. ഇതാണ് ഇഡലി, പൂ പോലുള്ള ഇഡലി. ഇനി നമുക്ക് ദോശ ചുടുന്നത് നോക്കാം. ദോശ ചുടുന്നതിന് വേണ്ടിയിട്ട് ഈ മാവിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇഡലിക്ക് നല്ല തിക്കായിട്ടാണ് മാവ്. എന്നാൽ ദോശയ്ക്ക് ഒന്നുകൂടി ലൂസ് ആവണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ്സിലും താഴെയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാനിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ ആവശ്യത്തിനുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാവിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചാണ് ഞാൻ ദോശ ചുട്ടെടുത്തത് എന്നുള്ളത്. വളരെ കുറച്ച് 1/4 ഗ്ലാസ്സിലും താഴെയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം എൻ്റെ അടുത്ത് നിന്നും നഷ്ടപ്പെട്ടു പോയതാണ്. ഒരേ ഒരു മാവ് 2 തരം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത്